ഓക്കെ, അപ്പോൾ നമുക്കിനി ഫോർത്ത് പാറ്റേണിലോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് റോ എല്ലാം 9 ആണ്, സെക്കൻഡ് റോ എല്ലാം 7 ആണ്, തേർഡ് റോ എല്ലാം 5 ആണ്, ഫോർത്ത് റോ എല്ലാം 3 ആണ്, ഫിഫ്ത്ത് റോ എല്ലാം 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര റോസ് ഉണ്ട്? 5 റോസ് ഉണ്ട്. നമ്പർ ഓഫ് കോളംസും 5 ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ കോഡാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ചേഞ്ച് വരുത്തണം നോക്കാം. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റിൽ ഫസ്റ്റ് റോ ഫുള്ള് 3 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുടങ്ങിയത് ഇൻറ്റ് I = 3. ഇവിടെ എന്താണ്? ഫസ്റ്റ് റോ എല്ലാം 9 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഇൻറ്റ് I = 9 ആക്കണം. ഓക്കെ, ഇവിടെ എത്ര വരെ മുന്നും 1 വരെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണ വരെ കോഡ് റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റിൽ ചെയ്ത പോലെ തന്നെ വേറെ വ്യത്യാസമില്ല. കഴിഞ്ഞ ക്വസ്റ്റിലും 1 ആയിരുന്നു ലാസ്റ്റ് റോ ഫുള്ള്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെയാണ് മെയിൻ ചേഞ്ച് വരുന്നത് ഇവിടെയാണ്. കാരണം എന്താണ്? ഇവിടെ I മൈനസ് ആണ്. ഓക്കെ, I മൈനസ് എന്ന് പറയുന്നത് എന്താ? I എന്ന് പറയുന്നത് 9 ആണ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ 9 മൈനസ് എന്ന് പറയുമ്പോൾ എന്താ? 8. നമുക്കിവിടെ എന്താ വേണ്ടത്? 7 ആണ് വേണ്ടത്, 8 അല്ല വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? I മൈനസിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? I മൈനസിന് പകരം I - 2 ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് I - 2 എന്ന് നോക്കാം. ഓക്കെ, I - 2 എന്ന് പറയുന്നത് I - 2 ഈക്വലാണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് I - 2? അപ്പോൾ 9 എന്താവും? 9 - 2 = 7. ഓക്കെ, അപ്പോൾ 7 - 2 = 5. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ കണ്ടീഷൻ കറക്റ്റായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ കോഡ് റൺ ആവണമെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കാരണം എൻ്റെ 3 വീഡിയോ കണ്ടുള്ളവർക്ക് ഇത് അറിയാമായിരിക്കും. എന്നാലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഇത് ഫുള്ള് കണ്ടോളൂ. ഇല്ലാത്തവർക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഓക്കെ, ഇൻറ്റ് I = 9 ആണ്. ഓക്കെ, I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ കറക്റ്റാണ്. കാരണം 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങോട്ട് പോകും? ജെയിലോട്ട് പോകും. J = 1, J < = 5 കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ എന്താണ്? പ്രിൻറ്റിലോട്ട് പോകും. അപ്പോൾ എന്താണ്? ഇവിടെ I പ്രിൻറ്റ് ചെയ്യും. I എന്താണ്? 9. അങ്ങനെ എത്ര വരെയും പോകും? അത് കഴിഞ്ഞിട്ട് J++ലോട്ട് പോകും. അപ്പോൾ J = 2i കണ്ടീഷൻ കറക്റ്റായി, വീണ്ടും പ്രിൻറ്റ് 9. പിന്നെയും J++ ആയി, കണ്ടീഷൻ നോക്കും, കണ്ടീഷൻ കറക്റ്റ്. അങ്ങനെ എന്താ? J 5 ആവണ വരെ കണ്ടീഷൻ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കും. J 6 ആവാൻ കണ്ടീഷൻ തെറ്റും, അവിടെ വെച്ച് ബ്രേക്ക് ആവും. ഓക്കെ, ബ്രേക്ക് ആക്കിയപ്പോൾ എന്ത് പറ്റും? പ്രിൻ്റ് എല്ലിലോട്ട് വരും. അപ്പോൾ എന്ത് പറ്റും? കേഴ്സർ ഇങ്ങോട്ട് എത്തി. ഓക്കെ, കേഴ്സർ ഇങ്ങോട്ട് എത്തി. അത് കഴിഞ്ഞ് എന്താ? നമ്മൾ ഇവിടെ നിന്ന് നേരെ I - 2 ആവും. അപ്പോൾ എന്തായി? 9 - 2 = 7 ആയി. കണ്ടീഷൻ നോക്കും, കണ്ടീഷൻ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ജെയിലോട്ട് വരും. J = 1, J < 5 ആണ്. ഓക്കെ, കണ്ടീഷൻ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ എന്താ? Iൻ്റെ വാല്യൂ എന്താ? 7. അങ്ങനെ എത്ര വട്ടം പ്രിൻറ്റ് ചെയ്യും? 5 വട്ടം പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്തെന്താ? വീണ്ടും പ്രിൻ്റലിലോട്ട് പോകും. അപ്പോൾ എന്ത് പറ്റും? കേഴ്സർ താഴത്തോട്ട് വരും. അവിടെ നേരെ എന്താ? I - 2 ആയി. അപ്പോൾ 5 ആയി. പിന്നെ ജെയിലെ കണ്ടീഷൻ നോക്കും, കണ്ടീഷൻ 5 ആകണ വരെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെന്ന്? I പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. I ഇപ്പോൾ എന്താ? 5. അങ്ങനെ 5 വട്ടം 5 പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ 3 പ്രിൻറ്റ് ചെയ്യും. പിന്നെ 1 പ്രിൻറ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ നമ്മുടെ കോഡ്. കാണുമ്പോൾ ഇത്തിരി ടഫായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. ഇത് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. വെറുതെ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ 9 ആയതുകൊണ്ട് ഇൻറ്റ് I = 9 എന്ന് എഴുതി 1 വരെ ഉണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏത് കോഡും സിമ്പിളാണ്. നിങ്ങൾക്ക് ശരിക്കും കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങും. അതായത് കോഡിങ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി തുടങ്ങും കോഡിങ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ. അതാണ് കോഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ജാവയുടെയും പൈത്തൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.